LSD മൊഡ്യൂൾ 4 തിയറിയാണ്. നമ്മൾ കൗണ്ടർ ഡിസൈനാണ് പഠിച്ചത്. കൗണ്ടർ ഡിസൈൻ വേണ്ടി നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ രണ്ട് രീതിയിലും ചെയ്തു, പോസിറ്റീവ് ക്ലോക്കും ചെയ്തു, നെഗറ്റീവ് ക്ലോക്കും ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ തിയറി 3 മാർക്കിന് എപ്പോഴും ചോദിക്കണം റൈസ് അറൗണ്ട് കണ്ടീഷനാണ്. നമ്മൾ സിങ്ക്രണസ് ആയിട്ടെല്ലാം കണക്ട് ചെയ്തേക്കണം. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടായിരിക്കും അടുത്തതിന് ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തേന് എന്തെങ്കിലും ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യില്ല. നമ്മളതിനെ ക്ലോക്ക് സ്ക്യൂ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു കണ്ടീഷന് റൈസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് വിളിക്കുക. അടുത്തത് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഫിഗറിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് പോസിറ്റീവ് ക്ലോക്കിലും അടുത്ത് നെഗറ്റീവ് ക്ലോക്കിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ക്ലോക്കിൻ്റെ കംപ്ലീറ്റ് വർക്ക് ഔട്ട്പുട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നെഗറ്റീവ് ക്ലോക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഡിലേ ഉണ്ടാവില്ല. അടുത്ത് ട്രിഗറിങ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. നമ്മൾ അസിങ്ക്രണസ് കൗണ്ടറൊക്കെ ഡിസൈൻ ചെയ്തപ്പോൾ ടൈമിംഗ് സീക്വൻസ് വരച്ച് അല്ലേ, അതിൽ നമ്മൾ എഡ്ജ് ട്രിഗറും ഉണ്ട്, ലെവൽ ട്രിഗറും ഉണ്ട്. നമ്മൾ എഡ്ജ് ട്രിഗർ ചെയ്താണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം ചെയ്തത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലെവൽ ട്രിഗറിങ് ആണ്. ലെവൽ ട്രിഗർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോസിറ്റീവ് അപ്പും ഡൗണും റൈസ് അതാണ് എഡ്ജ് ട്രിഗർ. പകരം നമ്മൾ അത് ചെന്ന് നിൽക്കണ ആ ഒരു മേളത്തെയും താഴത്തെയും ലൈൻസ് ഉണ്ട്, അതാണ് ലെവൽ ട്രിഗറിങ്. പക്ഷെ നമ്മൾ നോർമലി ഫ്ലിപ്പ് ഫ്ലോപ്സിൽ എഡ്ജ് ട്രിഗറിങ് ആണ് യൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് സിങ്ക്രണസ് അസിങ്ക്രണസുള്ള കമ്പാരിസൺ. അത് ഓൾറെഡി നമ്മൾ പ്രോബ്ലത്തിന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഒരെണ്ണം എല്ലാത്തിനും സെയിം ക്ലോക്ക് ആയിരിക്കും, മറ്റേതിന് ഡിഫറെൻറ്റ് ക്ലോക്ക് ആയിരിക്കും. പിന്നെ ഡിലേ ഉണ്ടാവില്ല. അത് ഓരോ പോയിൻറ്റ്സായിട്ട് സ്ഥിരം 5 മാർക്കിന് ചോദിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ബഫർ രജിസ്റ്റർ ആണ്. നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ബഫർ യൂസ് ചെയ്യുക. അതിന് എക്സാമ്പിളായിട്ട് ബഫർ രജിസ്റ്റർ വെച്ചാൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് പറഞ്ഞാൽ ഡി ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. പിന്നെ എക്സ്പ്ലെയിനെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ തിയറികളെല്ലാം എഴുതണം. നമുക്ക് ആദ്യമുള്ള ടി ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ പടം വരയ്ക്കണം, അതിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതണം, എക്സൈറ്റേഷൻ ടേബിൾ എഴുതണം, ട്രാൻസിഷൻ ഫംഗ്ഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഡയഗ്രാമൊക്കെ എളുപ്പമായിരിക്കും. കാര്യം നമുക്ക് ആദ്യം 0 ആണ് സ്റ്റേറ്റ്. 0ൽ 0 കൊടുത്താൽ 0 തന്നെ, അതാണ് പടത്തിൽ വരച്ചാണ്. പിന്നെ 0ൽ 1 കൊടുക്കുമ്പോൾ 1ൽ കിട്ടും. അടുത്തത് 1 ആണ് സ്റ്റേറ്റ്. 1ൽ 0 കൊടുത്താൽ 1ലോട്ട് പോവും, 1ൽ 1 കൊടുത്താൽ 0 തന്നെ വരും. അത് വെച്ചിട്ടായിരിക്കും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക. അപ്പോൾ എക്സ്പ്ലെയിൻ എ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ ടി ഉണ്ട്, ഡി ഉണ്ട്, SR ഉണ്ട്, JK ഉണ്ട്. ഇത് ഏത് എക്സ്പ്ലെയിൻ ചോദിച്ചാലും ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് എഴുതണം. അതും 5 മാർക്കിന് ചോദിക്കാറുള്ളതാണ്.